ചേർക്കുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളമെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ഭക്തൻ പറയുന്നുണ്ട്. എൻ്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല എന്ന പദമാണ്. നിരവധി നന്മകളും അനുഗ്രഹങ്ങളും ശ്രേഷ്ഠതകളും ഉണ്ടായിരുന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ട് ശൂന്യതയുടെയും ഇല്ലായ്മകളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിലൂടെ കടന്നു പോകുന്നതായ ഘട്ടത്തിൽ ഒത്തിരി ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും നന്മകളൊന്നും തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാത്ത ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ താൻ ചിന്തിച്ചതായ ഒരു ചിന്തയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി എൻ്റെ ജീവകാലത്ത് ഒരു നന്മ കാണുവാൻ എനിക്ക് സാധ്യമാകുകയില്ല എന്ന് താൻ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതേ തലത്തിൽ നന്മകൾ നഷ്ടപ്പെട്ടവരും നന്മ കാണുവാൻ കഴിയാത്തവരുമായ അനവധി ആളുകൾ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു നന്മ കാണുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കപ്പെടുന്നുണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ദേശം മുഴുവനും ക്ഷാമം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ഏലിയാവിനെ പോറ്റിയ ഒരു ദൈവത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. ഏലിയാവ് വിധവയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് ഒരു ചെറിയ അട തരയണമെന്ന് പറയുമ്പോൾ ഒന്നും ഇല്ലെന്നും അവസാനത്തെ മാവുകൊണ്ട് ഒരു ചെറിയ അടയുണ്ടാക്കി കഴിച്ച് ഞാനും മകനും മരിപ്പാൻ പോകുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് ഒരു നന്മ കടന്നു വരുന്ന കാലം വരെയും അവരെ പോഷിപ്പിച്ച, അവരെ പോറ്റിയ ഒരു ദൈവമാണ് ആ വചനങ്ങൾക്കകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ജീവിത കാലഘട്ടം മുഴുവനും ഭക്തനായ പ്രവാചകനോട് കൂടെ യാത്ര ചെയ്യുകയും പ്രവാചക ശുശ്രൂഷയുടെ ഭാഗമായി തീരുകയും ചെയ്ത പ്രവാചക ശിഷ്യൻ്റെ ജീവിതത്തിൽ ആ കുടുംബം വളരെ പ്രതിസന്ധിയുടെ അകത്തൂടെ കടന്നുപോയി. എന്ന് ഒരു നന്മ കാണുവാൻ കഴിയും, എന്ന് ഒരനുഗ്രഹമുണ്ടാകും എന്നൊക്കെ ചിന്തിച്ചെങ്കിലും അതൊന്നും കാണുവാൻ ആ കാലഘട്ടത്തിൽ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും പ്രവാചക ശിഷ്യൻ്റെ മരണശേഷം ആ കുടുംബത്തിനു വേണ്ടി വഴികളെ തുറന്നുകൊടുത്ത ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടതുപോലെ ഒരു തീരാത്ത നഷ്ടം ജീവിതത്തിനകത്ത് കടന്നു വന്നെങ്കിലും രക്ഷപ്പെടുവാനുള്ള വഴികളെല്ലാം മുൻപിൽ അടഞ്ഞു നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സ് ചിലപ്പോൾ പറഞ്ഞെന്നു വരാം, ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുന്നു, അല്ലെങ്കിൽ ഇനിയൊരു നന്മയും എനിക്ക് കാണുവാൻ കഴിയുകയില്ലെന്ന് ചിന്തിച്ചു പോയെന്നു വരാം. എന്നാൽ ഈ ദൈവവചന ചിന്തയിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഏലിയാവിന് വേണ്ടിയും വിധവയായ സ്ത്രീക്ക് വേണ്ടിയും അത്ഭുതം ചെയ്ത ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തൊരു ദൈവം ജീവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക, നന്മ കാണുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്ന ഇടത്ത് പ്രതീക്ഷിക്കാത്ത ചില പുതിയ വഴികളും നന്മകളും തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കാം. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നമുക്ക് മുൻപോട്ട് പോകാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ.
കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ കാണുവാൻ കഴിയുകയില്ലയോ എന്ന് ചിന്തിക്കപ്പെടുന്നു എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ ഏലിയാവിന് വേണ്ടി പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവം ഞങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.